ഹായ് ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എന്താണെന്നറിയോ? അതായത് നമുക്ക് ഉംറ വിസ സ്റ്റാർട്ട് ആയോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് എൻക്വയറീസ് വരുന്നു. എനിക്കിന്ന് മിനിമം ഒരു 12 to 15 കോൾസ് ആയിട്ട് കേട്ടോ, കോളായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വാട്സപ്പിൽ മെസ്സേജസ്, ടെക്സ്റ്റ് ആൻഡ് വോയിസ് അത് വേറെ. അത് എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് മീഡിയയിലൂടെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഹജ്ജ് പെരുന്നാൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ ഉംറ വിസ സ്റ്റാർട്ട് ആവും എന്നുള്ളത്. അപ്പോൾ ജൂൺ 10 മുതൽ ഉംറ വിസ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. പക്ഷേ നമുക്ക് മുന്നേ ഉള്ള രീതിയിലല്ല, പ്രൊസീജിയേഴ്സിൽ കുറച്ച് മാറ്റങ്ങളുണ്ട്. ഉംറ വിസ അപ്രൂവൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഹോട്ടൽ ബുക്കിങ്ങും, നമ്മളിപ്പോൾ അവിടെ പാസഞ്ചർ എത്തിക്കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ എപ്പോഴാണോ പാസഞ്ചർ അവിടെ അറൈവ് ആകുന്നത്, എത്ര ദിവസം അവരവിടെ സ്റ്റേ ചെയ്യും, അപ്പോൾ അത്രയും പീരീഡ് ആവശ്യമായിട്ടുള്ള ഹോട്ടൽ ബുക്കിംഗ്, അത് പിന്നെ BRN നമ്പർ, ബുക്കിംഗ് റെഫറൻസ് നമ്പർ വേണം. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ്റെ ഡീറ്റെയിൽസ് വേണം. ഇതെല്ലാ കാര്യങ്ങളും അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് എപ്പോൾ ഇത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത്. എന്നാൽ മാത്രമേ നമുക്ക് ഉംറ വിസ അപ്രൂവൽ കിട്ടത്തുള്ളൂ. മിനിമം ഒരു 3 to 4 വർക്കിംഗ് ഡേയ്സ് വേണ്ടി വരും. അപ്പോൾ കറൻ്റ്ലി ഇൻഡിവിജ്വൽ ഉംറ വിസ നമ്മൾ ജസ്റ്റ് ഒന്ന് പെൻഡിങ്ങിലാക്കിയിരിക്കുകയാണ്. കാരണം ഈ ഒരു പ്രൊസീജിയറിൽ എന്തെങ്കിലും ഇളവുകൾ ഉണ്ടാകുമോ, അല്ലെങ്കിൽ റേറ്റിൽ എന്തെങ്കിലും കുറവ് വരുമോ എന്നൊക്കെ നോക്കിയിട്ട് മിക്ക ട്രാവൽ ഏജൻസിയും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ വരുന്ന എൻക്വയറീസ്, കൺഫേംഡ് ആയിട്ടുള്ള എല്ലാ എൻക്വയറീസും എൻ്റെയും ഡോക്യുമെന്റ്സ് ഞാൻ ഓൾറെഡി കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നെപ്പോലെ തന്നെയായിരിക്കും മറ്റു ട്രാവൽ ഏജൻസിയൊക്കെ അവർ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. എപ്പോഴാണോ ഇതിൻ്റെ സബ്മിഷൻ സ്റ്റാർട്ട് ആവുന്നത്, സ്പോട്ടിൽ നമ്മളിത് സബ്മിറ്റ് കൊടുക്കുന്നതായിരിക്കും, അപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഡൗട്ട് മാറിക്കാണുമല്ലോ അല്ലേ? അപ്പോൾ നമുക്കിപ്പോൾ കുറച്ച് ഈ വിസ അപ്രൂവൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഡോക്യുമെന്റ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റും കൂടുതലായിരിക്കും. അപ്പോൾ കഴിഞ്ഞ നാളുകളിൽ വന്നിട്ടുള്ള ആ റേറ്റ് പോലെയല്ല, കുറച്ചും കൂടെ റേറ്റിൽ മാറ്റങ്ങൾ വരും. അപ്പോൾ അതൊക്കെ ഈ വരുന്ന ദിവസം 2-3 ഡേയ്സിനുള്ളിൽ നമ്മൾ പ്രോപ്പറായിട്ട് അതിൻ്റെ അനൗൺസ്മെൻറ്റ് കൊടുക്കുന്നതായിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കറക്റ്റായിട്ടുള്ള അപ്ഡേറ്റ് സർക്കുലർ വരുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ, അല്ലെങ്കിൽ വാട്സപ്പിൽ ചോദിച്ചോളൂ, ഞാൻ അതിന് റിപ്ലൈ തരാം. അപ്പോൾ ഇനി മറ്റ് വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ഇതിൻ്റെ അപ്ഡേഷൻസ് ഇനി വരുന്ന സമയത്തും വരും മണിക്കൂറിൽ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു, ബൈ.